ഇൻവാലിഡ് കൊടുത്താൽ മതി അല്ലേ മാം? ലോഗിൻ ഇൻവാലിഡ് വിത്ത് ഏതാണ്? ഇൻവാലിഡ് യൂസർ നെയിം അല്ലേ? ആ പേരങ്ങനെ കൊടുത്തേ. ഇവിടെ യൂസർ നെയിം ഇൻവാലിഡ് കൊടുക്കണ്ടേ മാം? യൂസർ നെയിം ഇൻവാലിഡ് കൊടുക്കണം. അപ്പൊ യൂസർ നെയിം ഡോട്ട് സെൻഡ് കീസ് വരുമ്പോൾ എന്ത് പാസ് ചെയ്യണം ഇവിടെ? യൂസർ നെയിം ആണെങ്കിൽ ഇവിടെ യൂസർ വൺ ആണ് വിട്ടെ യൂസർ നെയിം പാസ് ചെയ്യണം. അതെ, യൂസർ നെയിം അല്ല കൊടുക്കേണ്ടത്. അവിടെ യൂസർ വൺ പാസ് ചെയ്തേ. ഇതിന് പകരം ചെയ്തായിരുന്നോടാ? 4 ടെസ്റ്റ് കേസ് എഴുതിയായിരുന്നോ? കുറച്ച് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയായിരുന്നോ? അല്ല മാം, എക്സിക്യൂട്ട് ഒന്നും ചെയ്തില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെ എഴുതി. 4 എഴുതിയായിരുന്നോ? 4 എഴുതിയില്ല മാം, ഞാൻ 2 എഴുതി. ബാക്കി 2 കൂടെ കംപ്ലീറ്റ് ചെയ്യേ. കറക്റ്റ് ആണോ? അടുത്ത അതുപോലെ എഴുതിക്കേ. ഹലോ, എന്താണ് ഓരോരുത്തരുടെ അവസ്ഥ? എഴുതിയായിരുന്നോ ടെസ്റ്റ് കേസ്? ഇല്ല. ഡയാന, ഇതുപോലെ ബാക്കി 2 കൂടി എഴുതൂ. ഇവിടെ പേര് 4 എഴുതിയായിരുന്നോ? പേര് മാറ്റി കൊടുത്തില്ല? ഫംഗ്ഷന്റെ പേര് മാറ്റി കൊടുക്കൂ. 3-ാമത്തെ 4-ാമത്തെ. മാം, എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ടോ? എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് അതേ ഒച്ച വരുന്നുണ്ടോ? എന്റെ സിസ്റ്റത്തിന് കുഴപ്പമാണോ? വേറെ ആർക്കെങ്കിലും അങ്ങനെയുണ്ടോ? എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്യൂ തോന്നുന്നുണ്ടോടാ? എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. അപ്പൊ എന്റെ സിസ്റ്റത്തിന് കുഴപ്പം തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നുണ്ട് മാം. ഓക്കെ. എങ്ങനെയാ റിന്റ് ചെയ്തായിരുന്നോ 4 ടെസ്റ്റ് കേസ്? ചെയ്തു മാം, ഞാൻ ചെയ്തു. എന്നോടാണോ ചോദിച്ചത്? ശിഖ എല്ലാരോടും ചോദിച്ചതാ. ചെയ്തു. പക്ഷെ മാം അതങ്ങ് ഭയങ്കരമായിട്ട് വലുതായി. അതായത് 4 കൂടെ ആവുമ്പോഴത്തേക്കും സെയിം തന്നെ അല്ലേ? ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ 4 ഡിഫറെന്റ് ഡാറ്റയാണ് പാസ് ചെയ്യുന്നത് അല്ലേ? ഡിഫറെന്റ് ഡേറ്റയാ പാസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് നമ്മുടെ ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ എന്നൊക്കെ വെച്ച്. പക്ഷെ ക്ലാസ് ഒരുപാട് വലുതായി പോയെന്നാണ് ഉദ്ദേശിച്ചത്. അതെ, നമ്മളിനി ഷോർട്ടൻ ചെയ്യും. ഓക്കെ.
ഫസ്റ്റ് ടൈം നമ്മൾ പഠിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അതുപോലെ പഠിപ്പിക്കുന്നത്. തന്നെ ഞാന് എനിക്കത് ബാക്ക് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന റിട്ടേൺ നാവിഗേഷൻ കീ ഇട്ട് ബാക്ക് അടിക്കുവാ ചെയ്തേക്കുന്നേ. നാവിഗേഷൻ കീട്ട് ബാക്ക് അടിക്കാച്ചാല് ബാക്ക് ടു ദ പ്രീവിയസ് പേജ്. അങ്ങനെ ചെയ്യണ്ട. അല്ല നമ്മൾ ആദ്യം ഷെയർ ചെയ്ത് സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഡയാന എല്ലാത്തിലും പേര് മാറ്റുക കേട്ടോ. അജിത്ര ചെയ്തായിരുന്നത് ആരെണ്ണം? ഇല്ല മാം, എത്ര എണ്ണം കംപ്ലീറ്റ് ആയി? ഒന്നും ചെയ്തിട്ടില്ല. എന്ത് പറ്റി? കുഴപ്പമില്ല മാം, ചെയ്തോളാം. അതൊന്നും എന്ത് പറ്റി ചെയ്യാതിരുന്നതിന്റെ റീസൺ എന്താടാ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. എനിക്ക് നാളേക്ക് ഞാൻ ഇന്നേക്ക് പറഞ്ഞ 4 ടെസ്റ്റ് കേസ്, പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വർക്കും കംപ്ലീറ്റ് ചെയ്ത് കാണണം കേട്ടോ അജിത്ര. അജിത്രയ്ക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരണം. ഓക്കെ ഓക്കെ. എടാ ഇവിടെ ഒരു കാര്യം, ശിഖ, ഇവിടെ TC1 TC2 എന്ന് കൊടുക്കുക. അതിന്റെ സെപ്പറേറ്റ് ഫങ്ഷൻസ് ആക്കി എഴുതിക്കേ. അല്ല, ഇത് ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്തേക്കുന്ന മാം. ഫസ്റ്റ് ടെസ്റ്റ് കേസ് അത് തന്നെ TC2 കിടക്കുന്നതും സെയിം ടെസ്റ്റ് കേസിന്റെ സെയിം ഇതിന്റെ അകത്തല്ലേ, സെയിം ഫംഗ്ഷന്റെ അകത്തല്ലേ, ഈ വാരിക്രെഡിന്റെ അകത്തല്ലേ. അതിന് പകരം എന്ത് ചെയ്യുക, അതിനെ ഡെഫ് ഇതിന്റെ തൊട്ട് മുകളിൽ ഡെഫ് ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ ഇൻവാലിഡ് യൂസർ നെയിം ബ്രൗസർ ഇൻസ്റ്റൻസ് വേണം. അത് ചെയ്ത് വേറെ ഫംഗ്ഷൻ. അതെ, 4 ഡിഫറെന്റ് ഫങ്ഷൻസ് ആയിട്ട് എഴുതാം. അപ്പം മാം അല്ല, ഇങ്ങനെ ചെയ്യുന്നതും അതും തമ്മില് നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് കുറയും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടെസ്റ്റ് കേസും നമുക്ക് നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് ഇല്ലേ, അതായത് ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ മിനിമം നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട്. അത് മീറ്റ് ചെയ്യത്തില്ല. അതിനോണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. നിരഞ്ജന മാം, ഞാനേ ഇതുവഴിയാ ലോഗിൻ ചെയ്തേക്കണേ കേട്ടോ. മൊബൈൽ വഴി എന്റെ സിസ്റ്റത്തിന് അതിന്റെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നത് കേട്ട് ചെയ്യണം കേട്ടോ എല്ലാം. ഓക്കെ മാം, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ 4 ടെസ്റ്റ് കേസസ് നമ്മൾ ഇത്രയും വിപുലീകരിച്ച് എഴുതാണ്ട് നമുക്ക് ഇത് ഏറ്റവും സിമ്പിൾ ഫോമിലായിട്ട് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ഫോം എന്ന് വെച്ചാൽ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? അത് മാം ഇത്രയും ഇലാബറേറ്റ് ചെയ്യാണ്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഇതിനെ ചുരുക്കും. അതെങ്ങനെയാ മാം അത് ചെയ്യാം? അത് നമ്മളിത് കഴിഞ്ഞൊരു ഡിസൈൻ പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. അതുപോലെ മാം, നമ്മളെ നമ്മള് ലോഗിൻ ചെയ്തു. നമ്മൾ ലോഗിൻ ചെയ്ത് ഇപ്പൊ വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തു. അതിന്റെ അകത്ത് പോയി തിരിച്ച് നമ്മൾ ബാക്ക് കൊടുത്തു. ഓക്കെ, ബാക്ക് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും അവിടെ തന്നെ കിടക്കുക. അപ്പൊ അത് ഞാനിപ്പോ ചെയ്തിരിക്കുന്ന അത് റിഫ്രഷ് കൊടുത്തു. അപ്പൊ പേജ് ഓട്ടോമാറ്റിക്കലി എല്ലാം റിഫ്രഷ് ആയി ഇല്ലേ? അപ്പൊ അത് വേണ്ട, നമുക്കൊരു പർട്ടിക്കുലർ ഫീൽഡ് നമുക്ക് ആ ഫീൽഡിലെ വാല്യൂ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ ഫോം എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും 2 ഫീൽഡ് മാത്രം എനിക്ക് ആ വാല്യൂ അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഡോട്ട് ക്ലിയർ കൊടുത്താൽ മതി. എങ്ങനെയാ? ഡോട്ട് ക്ലിയർ കൊടുത്താൽ മതി. റിഫ്രഷിന് പകരം ഡോട്ട് ക്ലിയർ കൊടുത്താൽ മതി. ഇപ്പൊ യൂസർ നെയിം ഫീൽഡ് എന്ന് വിചാരിക്കുക. യൂസർ നെയിം ഫീൽഡ് ഡോട്ട് ക്ലിയർ. അതായത് നമ്മളിപ്പോ ആ വേരിയബിൾ ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതിന്റെ താഴെ ചെന്നിട്ട് അതെ, നമ്മൾ ലൊക്കേറ്റ് ചെയ്ത വേരിയബിൾ ഇല്ലേ, ആ വേരിയബിൾ ഡോട്ട് ക്ലിയർ എന്ന ഫംഗ്ഷൻ വേരിയബിൾ. അതായത് സപ്പോസ് ഇപ്പൊ യൂസർ നെയിം ആണെങ്കിൽ യൂസർ നെയിം ഡോട്ട് ക്ലിയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്തിക്കേ. എന്താ മാം ഒരു സെക്കൻഡ്, എനിക്കത് മനസ്സിലായില്ല മാം. അപ്പം ഈ ഫംഗ്ഷൻ വീണ്ടും ഇത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നേ? ഓ, അതിനാണോ അങ്ങനെ ചെയ്യുന്നേ? ഓക്കെ. കാരണം നമ്മൾ ഇനി ഇതിന്റെ മേലെ കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രമല്ല സബ്മിറ്റ് ചെയ്യുക.
ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു പേജ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്, പേജ് ഒബ്ജക്ട് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ഓക്കെ. ബ്രൗസർ ആ 3 സ്റ്റെപ്സ് മോളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തോ. ഈ 3 വേണം. ആ 3 കോപ്പി പേസ്റ്റ് ചെയ്തോ. ഓക്കെ. ഓക്കെ. മാം ഈ ടെസ്റ്റ് കേസ് 2ന്റെ താഴെ വന്നു വെച്ചാൽ നമ്മുടെ ക്ലാസ് അല്ലേ ഡെഫ് വിളിക്കണം അല്ലേ? ഡെഫ് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതണം. ഷെയർ ഇൻറ്റു എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാനിങ്ങനെ ഓരോ ടെസ്റ്റ് കേസ് 1 എടുത്തിട്ട് ഒരു സെറ്റ് ഓഫ് അങ്ങനെയല്ല, എടുത്തു. സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആക്കാം. ഓക്കെ, ഞാൻ എല്ലാം അങ്ങനെയാ മാം ചെയ്തത്. അതാ ഞാൻ ചോദിച്ചത് എന്താണ് ഇത്. അങ്ങനെയല്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ടെസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല, സിംഗിൾ ടെസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. സിനാരിയോസ് ഉണ്ട് അതിൽ, പക്ഷെ ടെസ്റ്റ് കേസ് സിംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. മാം എനിക്ക് വർക്ക് ആവും തോന്നുന്നില്ല, എന്റെ കംപ്ലീറ്റ് ലാപ്പ് സ്റ്റക്ക് ആയിരിക്കുക. കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോ നോട്ട് ചെയ്ത് പോവാ, ഞാൻ റെക്കോർഡിങ്സ് തരാം കേട്ടോ. ഓക്കെ. നാളേക്ക് ചെയ്യാം. അജിത്ര മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം കേട്ടോ. ശിഖ പേര് മാറ്റി കൊടുക്കാട്ടോ ഫംഗ്ഷന്റെ. പേര് മാറ്റണോ? എല്ലാത്തിനും മാറ്റണോ? അതായത് ആദ്യത്തെ വാലിഡ് കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇൻവാലിഡ് ആക്കുക, വാട്ട് എവർ ഇറ്റ് ഈസ്. അതായത് 4 ടെസ്റ്റ് ഫംഗ്ഷൻസിൽ 4 ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും. ഓക്കെ. അതായത് മാം ഓരോ ടെസ്റ്റ് കേസിനും ഫംഗ്ഷൻ നെയിം ഡിഫറെന്റ് ആയിരിക്കണം. ഫംഗ്ഷൻ നെയിം ഡിഫറെന്റ് ആയിരിക്കണം. അതെ, ആ ഫംഗ്ഷൻ നെയിം മീനിങ് ഫുൾ ആയിരിക്കണം. അതായത് നിങ്ങൾ ഇത് ടെസ്റ്റ് കേസിന്റെ പേര് വായിച്ചാൽ മനസ്സിലാവണം എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം. മനസ്സിലായോ? എനിക്ക് എപ്പോഴും ഈ നെയിമിങ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതായിട്ട് വരും. അത് പക്ഷെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നെയിം ചെയ്യണം കേട്ടോ. എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്റെ. അങ്ങനെ പറയരുത്, സ്വയം നമ്മൾ ഇഷ്ടപ്പെടണം. പേര് മാറ്റിക്കോളൂ കേട്ടോ, അല്ലാതെ അവിടെ എല്ലാ ഫംഗ്ഷൻസിലും ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും. നമ്മുടെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷന്റെ പേരുണ്ടെന്നാലും പറഞ്ഞു തരാനുണ്ടാകത്തില്ല. ഓക്കെ. അതിന് എനിക്ക് തോന്നുന്നു ലോഗിൻ ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അങ്ങനെ അങ്ങ് കൊടുത്താൽ മതിയായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ തലയിലൊന്നും കേറുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും പണിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, എന്നിട്ട് പറഞ്ഞ കൊടുത്താൽ ലോഗിൻ വാലിഡ് പാസ്വേഡ്, ലോഗിൻ വാലിഡ് ക്രെഡൻഷ്യൽസ്, ലോഗിൻ ഇൻവാലിഡ് യൂസർ നെയിം, അങ്ങനെ കൊടുക്കുകയാണ് നല്ലത്. ഇൻവാലിഡ് യൂസർ നെയിം, അടുത്തത് ഇൻവാലിഡ് പാസ്വേഡ്, അടുത്ത ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്, അങ്ങനെ കൊടുത്തു. ഇനി ബോത്ത് ഇൻവാലിഡ് ഉണ്ട് ആക്ച്വലി.
മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പം മാം ഇത് പറഞ്ഞല്ലോ, നമ്മൾ പൈ ടെസ്റ്റിൽ വരുമ്പം ക്ലാസ് കൊടുക്കുമ്പോ എല്ലാം ടെസ്റ്റ് അണ്ടർസ്കോർ അല്ലെങ്കിൽ ഡെഫിനേഷൻ അതെ കൊടുക്കുമ്പോ ടെസ്റ്റ് അതെ അണ്ടർസ്കോർ കൊടുക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു. ആ അപ്പൊ എനിക്കൊരു വലിയ എറർ അടിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ലാസ്സിനകത്ത് ഞാൻ വെറുതെ സ്മോൾ ലെറ്ററിൽ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ കൊടുത്തു. ഉം, പക്ഷെ എനിക്കത് എറർ അടിച്ചു. എറർ അടിച്ചാൽ ഈ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിനകത്ത് എറർ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അപ്പൊ അതും നമ്മള് ക്യാപ്സിൽ തന്നെ ക്ലാസ് എപ്പോഴും ക്യാപ്സിൽ മെൻഷൻ ചെയ്യണം അല്ലേ? അതെ അതെ, ക്ലാസ് എപ്പോഴും ക്ലാസ് എപ്പോഴും ക്യാപ്സിൽ മെൻഷൻ ചെയ്യണം. ഓ ഓക്കെ മാം. എല്ലാവരും എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുബിത്തി, ഡയാന, അജിത്ര. ഞാൻ എത്തിയിട്ടില്ല ആക്ച്വലി. ഓക്കെ, അത് ചെയ്തു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടേക്കോ ഞാൻ കാണുന്നു. ഓക്കെ, അഡ്മിൻ. അപ്പൊ മുകളിൽ അഡ്മിൻ ഇൻവാലിഡ് യൂസർ നെയിം അല്ലേ? അപ്പൊ മുകളില് മുകളില് അഡ്മിൻ മാറ്റി യൂസർ വൺ ആക്കുക. താഴെ യൂസർ അറിയണം. അജിത്ര, സുബിത്തി, ഡയാന 3 പേരും നാളേക്ക് ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എടാ, admin. Okay. User 1 admin. Okay. പിന്നെ admin user 1. ഞാനിപ്പോ ഇവിടെ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുക. പാസ്വേഡ്. ഓക്കെ, അപ്പം ഇൻവാലിഡ് യൂസർ നെയിം. ഓക്കെ, ആദ്യം വാലിഡ് ക്രെഡൻഷ്യൽസ്. ഇവിടെ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ബാക്ക് ഒന്നും ആവശ്യമില്ല. എനിക്ക് മനസ്സിലായില്ല, എന്തോന്നാ ഒന്നും കൂടെ പറഞ്ഞേ. സെൽഫ് ഡോട്ട് മാക്സിമൈസ് കൊടുത്തു. ഇതേതാ വാലിഡ് അഡ്മിൻ ആൻഡ് അഡ്മിൻ കൊടുത്തിട്ട് അത് കഴിഞ്ഞു. ഇത് വേണ്ടെന്നാണോ പറഞ്ഞേ? അത് വേണം. അതില് ലൈൻ നമ്പർ 24 ആവശ്യമില്ല, ലൈൻ നമ്പർ 23 to 25 ആവശ്യമില്ല. ഞാൻ ഈ ബാക്ക് അടിച്ച എന്തിനാണെന്നോ മാം, ഇത് കഴിയുമ്പം പിന്നെ എനിക്ക് ഈ പറയുന്ന മാതിരി ബാക്കിലോട്ട് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെ? ഇതിപ്പം ഡെഫ് വീണ്ടും വിളിച്ചത് കാരണം അത് പുതിയ ഫംഗ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ടൈം ഡോട്ട് സ്ലീപ്പ് ടെസ്റ്റ് ഫംഗ്ഷൻസിൽ കൊടുക്കരുത് കേട്ടോ. ഒന്നും കൂടി പറഞ്ഞ. ടൈം ഡോട്ട് സ്ലീപ്പിനെ നമ്മളുടെ ഇതിന്റെ അകത്ത് കൊടുക്കരുത്. ടെസ്റ്റ് കേസസിന്റെ അകത്ത് ടൈം ഡോട്ട് സ്ലീപ്പ് അലൗഡ് അല്ല. അപ്പൊ എന്തോ കൊടുക്കും? അവിടെ ആക്ച്വലി ടെസ്റ്റ് കേസസ് വേറെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ പർപ്പസ്. അതുകൊണ്ട് ഡെമോ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ടൈം ഡോട്ട് സ്ലീപ്പ് വെക്കാം, പക്ഷെ ഡെമോ പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതെല്ലാം എൻഡ് ഓഫ് ദ ഡേ പ്രസന്റേഷൻ വരുമ്പോൾ ടൈം ഡോട്ട് സ്ലീപ്പ് എല്ലാം എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രസന്റേഷനോ? പിന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യൂലേ? ആര്? നിങ്ങള്. ലോഗിൻ വാലിഡ് ക്രെഡൻഷ്യൽസ് നോക്കിക്കേ, പേര് ചെക്ക് ചെയ്തേ. സെക്കൻഡ്, ലോഗിൻ വാലിഡ് ക്രെഡൻഷ്യൽ, ലോഗിൻ ഇൻവാലിഡ് ക്രെഡ്. ഒരു സെക്കൻഡ്, ഇവിടെ അതല്ല, ഞാൻ ഇപ്പൊ കുളമാക്കി എല്ലാം കൂടെ. മുകളിലേക്ക് ആദ്യത്തെ പേരോട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ആദ്യത്തെ ശരിയാ. ലോഗിൻ വാലിഡ് ക്രെഡൻഷ്യൽ അഡ്മിൻ കറക്റ്റ് ആണത്. ലോഗിൻ ഇൻവാലിഡ് യൂസർ നെയിം കൊടുക്കുക. ഓക്കെ, ലോഗിൻ ഇൻവാലിഡ് യൂസർ നെയിം.
യൂസർ നെയിം. ഓക്കെ, അപ്പം ഇത് യൂസർ നെയിം ആയി, അഡ്മിൻ ആയി. അപ്പൊ ഇത് കറക്റ്റ് ആയി. ഇനി ഇൻവാലിഡ് പാസ്വേഡ് എന്ന് കൊടുക്കും. പാസ്വേഡ് ഇത് അഡ്മിൻ ആകും. അപ്പൊ അഡ്മിൻ ഇതിപ്പം വന്ന് യൂസർ 1 ആവും. യൂസർ 1 ക്ലിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇൻവാലിഡ് ക്രെഡൻഷ്യൽ എന്ന് കൊടുക്കാം അല്ലേ? വാലിഡ് ക്രെഡൻഷ്യൽസ്, യെസ്. ഓക്കെ, അപ്പൊ രണ്ടും യൂസർ 1 ആകും. യൂസർ 1 ആകും. അത്രല്ലേ ഉള്ളൂ. എല്ലാം ശരിയായി. പക്ഷെ ഇത് മാറ്റണമെന്ന് പറഞ്ഞല്ലോ എന്നോട്. ക്ലിക്ക് വേണ്ട അല്ല? ക്ലിക്ക് അല്ല, ടൈം ഡോട്ട് സ്ലീപ്പ്. ടൈം ഡോട്ട് സ്ലീപ്പ് ഒന്നും വേണ്ട. ഓക്കെ മാം അത് കൊടുത്തിരുന്നാൽ എന്താണ് പ്രശ്നം മാം? അത് കോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ്, കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ആണോ? അങ്ങനെയാണോ? ഓക്കെ. എസ്പെഷ്യലി ടെസ്റ്റ് കേസിലാണോ? എസ്പെഷ്യലി ടെസ്റ്റ് കേസസ്, പൈ ടെസ്റ്റിൽ. അപ്പൊ നമ്മള് ടൈം ഡോട്ട് സ്ലീപ്പ് എന്തിനാ അപ്പൊ നമ്മൾ പഠിച്ചത്? ടൈം ഡോട്ട് സ്ലീപ്പ് പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാ. ഓക്കെ. പൈത്തണിൽ സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. പൈ ടെസ്റ്റ് പൈത്തൺ സപ്പോർട്ട് ചെയ്യാനുള്ള എറർ അടിക്കത്തില്ല. പക്ഷേ ടു ബി ഓണസ്റ്റ് ഇതൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സിന്റെ പ്രാക്ടീസിന് അഗെയിൻസ്റ്റ് ആണ്. ഇത് കണ്ട ഒരു ഇന്റർവ്യൂ ബോർഡിൽ ആരെങ്കിലും ഈ നിങ്ങളുടെ കോഡിൽ ടൈം ഡോട്ട് സ്ലീപ്പ് ഇട്ടിട്ടുണ്ടെന്ന് കണ്ടാൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ട് അവർ റിജക്ട് ചെയ്യും. മനസ്സിലായോ? അതായത് ഈ ബേസിക് ആയിട്ടുള്ള കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ മാം ഈ റിഫ്രഷും നമ്മുടെ ബാക്കും സംഗതിയില്ലേ, അത് നമ്മളിപ്പോ റിമൂവ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്യണേ? ഓരോ തവണ നമ്മൾ ഡോട്ട് ഗെറ്റ് വിളിക്കുന്നില്ലേ? എങ്ങനെ? നമ്മളെല്ലാ ഫംഗ്ഷനിലും ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് URL ആക്സസ് ചെയ്യുന്നില്ലേ? ഉണ്ടോ. അത് വെച്ചിട്ട് അപ്പൊ അതായത് ആദ്യം അഡ്മിൻ വന്ന് കയറും, പിന്നെ വീണ്ടും ആ പേജിൽ വന്ന് ഓട്ടോമാറ്റിക്കലി നിൽക്കുമെന്നാണോ മാം പറയണേ? യെസ്, അതെ. കാരണം ഇത് നമ്മൾ പുതിയതായിട്ടാണ് ഈ QR കോഡിന് നമ്മൾ QR കോഡ് അല്ല, ഈ ലിങ്കിനെ നമ്മൾ ഗെറ്റ് ചെയ്യുമല്ലേ? ഓക്കെ. ഓരോ ഫംഗ്ഷൻ അതും അല്ലേ? മനസ്സിലായി. അതെ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ആപ്ലിക്കേഷൻ URL ഒന്ന് ഓപ്പൺ ചെയ്തേ. URL ഓപ്പൺ ചെയ്യണം അല്ലേ? ഇപ്പൊ ഓപ്പൺ ചെയ്തരാം. കൺട്രോൾ ക്ലിക്ക്, കൺട്രോൾ എടുക്കുക. ഓക്കെ, ലോഗിൻ ചെയ്തിടാ. ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ ഒരു അഡ്മിൻ എന്നൊരു ഐക്കൺ കണ്ടോ? എവിടെ? റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതോ? ഓക്കെ. അത് ക്ലിക്ക് ചെയ്യാ. വെറും ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക് അല്ല, നോർമൽ ക്ലിക്ക്. ഇങ്ങനെ വരുന്നേ സെറ്റിംഗ് ആൻഡ് ലോഗ് ഔട്ട്. അതന്നെ. അപ്പൊ അതിൽ ലോഗ് ഔട്ട് സെലക്ട് ചെയ്തേ. എവിടെയാ നിൽക്കുന്നേ? ആദ്യത്തെ ലോഗിൻ പേജില്. ആദ്യത്തെ ഒന്നും അല്ലേ? ഇതേപോലെ യെസ്
അപ്പൊ നമ്മളിനി എന്ത് ചെയ്യണം? ഈ ടെസ്റ്റ് കേസ് ആണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. ആദ്യത്തെ ടെസ്റ്റ് കേസ്. അഞ്ചാമത്തെ ടെസ്റ്റ് കേസ്. 4 എണ്ണം എഴുതി, അഞ്ചാമത്തെ ടെസ്റ്റ് കേസ് ആണ് ഇത്. അപ്പൊ നമ്മള് ഈ ചെയ്തതിനകത്ത് വാലിഡ് ക്രിഡൻഷ്യൽ എടുത്തിട്ട് അത് എഴുതിയിട്ട് അത് കഴിഞ്ഞ് അവിടുത്തെ എക്സ്പാത്ത് എടുത്ത് യെസ്. അല്ലേ? ഓക്കെ. പക്ഷെ അവിടെ 2 അഡ്മിൻ ഉണ്ടല്ലോ മാം. അതെ, എക്സ്പാർട്ട് വരുമല്ലോ അല്ലേ? ശരി. യെസ്. ലൊക്കേറ്റ് ചെയ്യണമല്ലോ, അപ്പൊ പിന്നെ ശരി. അപ്പൊ വരും ശരിയാ. ഓക്കെ. ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ എക്സ്പാത്ത് എഴുതിയിട്ട് ഓക്കെ. എക്സ്പാത്ത് ഇത് എവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും? ഏത് ഫയലിൽ ക്രിയേറ്റ് ചെയ്യത്? ഈ ഫയലിനകത്ത് തന്നെ. ഈ ഫയലിനകത്ത് പാടില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. അതായത് നിങ്ങൾ എഴുതുന്ന ടെസ്റ്റ് കേസസ് ഓരോന്നും ഓരോ സെക്ഷൻസിലുള്ളതായിരിക്കണം. ലോഗിൻ റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം കൂടെ ഒരു പേജില്. അടുത്തൊരു ഹോം പേജ് അല്ലേ? ഹോം പേജിന്റെ ആക്ഷനല്ലേ നമ്മൾ ചെയ്യുന്നത്? മനസ്സിലായി. ഇത് ഹോം പേജിന്. അപ്പം നമുക്ക് അറിയാൻ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇല്ല. അത് പുതിയൊരു ഫയലും കൂടെ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. test_home.py. മാം, ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു റിന്റുവിനാണ് പ്രശ്നം തോന്നുന്നു. എന്നാടോ? എടാ, പിന്നെ പൈത്തൺ ലൈവ് പ്രോജക്റ്റ് എവിടെന്നാ എടുക്കുന്നുള്ളത് അതെനിക്കൊരു പ്രോബ്ലം ആയിരുന്നു മാം. ഇന്നലെ പിന്നെ ഓൾറെഡി ടാബ് ഓപ്പൺ ആയി കിടന്ന കാരണം എനിക്ക് കിട്ടിയതാ. എനിക്കത് അതിനകത്ത് കാണിക്കുന്നില്ലല്ലോ മാം. ഫയൽ ജസ്റ്റ് മുകളിൽ ഹോവർ ചെയ്തേ. ശിഖയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു മാം. എന്റെ കാര്യ ഷെയർ ചെയ്ത സ്ക്രീന്. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല മാം. ലാപ്ടോപ്പ് കംപ്ലീറ്റ് ഹാങ്ങാ. ലാപ്ടോപ്പ് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയോ? എന്നിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാൻ നാളെ മാമിനോട് ചോദിച്ചോളാം അത്. ഓക്കെ മാം. ഈ നമ്മുടെ പൈത്തൺ ലൈവ് പ്രോജക്റ്റിനകത്ത് തന്നെയല്ലേ വേറെ ഫയൽ എടുക്കണ്ടേ? അതെ, ടെസ്റ്റിന്റെ അകത്ത്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ ടെസ്റ്റ് പാക്കേജിന്റെ അകത്ത് വേണം എപ്പോഴും എന്തെഴുതാൻ. അതെങ്ങനാ? എനിക്ക് മനസ്സിലായില്ല. എടാ, ഇതിനകത്ത് പൈത്തൺ ലൈവ് പ്രോജക്റ്റിനകത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഇല്ലേ? അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതാ മാം പറഞ്ഞു. ഇതിനകത്ത്. ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ. ഇതിന് എന്ത് പേര് കൊടുക്കും മാം? എനിക്ക് ഈ പേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ടെസ്റ്റ്, അതിനൊരു ഇതുണ്ടായിരുന്നല്ലോ. home.py. ഓക്കെ. ഇനി ക്ലാസ് ക്രിയേറ്റ് ചെയ്യണോ? ക്ലാസ് test_home. അല്ലടോ, test_home കൊടുക്കോ? അല്ല, ക്ലാസ്സിന് വേണ്ടല്ലോ. വേണോ? വേണം. വേണ്ട മാം. നിരഞ്ജന മാം, ഞാൻ കഴിഞ്ഞതിനകത്ത് ടെസ്റ്റിന് ഞാൻ അണ്ടർസ്കോർ കൊടുത്തില്ലടാ. അതാണ് ഞാൻ ഇപ്പൊ മാമിനോട് ചോദിച്ചത്. ക്ലാസും ഡെഫിനിഷനും ഒക്കെ നമ്മൾ test_home കൊടുക്കണ്ടേന്ന് ചോദിച്ചതാ. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ ഒന്നും വന്നില്ലല്ലോ. ഒന്നും അടിച്ചില്ല. മാം, ഹലോ മാം, കേക്കുന്നുണ്ട്. test_home എടുത്തേ. മാം, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഞാനേ ഈ ക്ലാസ്സിന് ടെസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞോണ്ടാ കൊടുത്തത്. അപ്പൊ അവിടെ test_home അണ്ടർസ്കോർ ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ഡെഫിനിഷന് മാത്രം അണ്ടർസ്കോർ ഇട്ടാ മതിയോ?
മാം എനിക്ക് തോന്നുന്നു ഡെഫിനിഷൻ ആടാ ഫംഗ്ഷൻ മാം കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. എനിക്കതൊരു കൺഫ്യൂഷൻ ആണല്ലോ. ഇതാണ്ട് ഇതിന് കൊടുക്കണം അണ്ടർസ്കോർ. ഡെഫിനേഷന് കൊടുക്കണമായിരിക്കും. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നല്ലേ ഇതിന് പറയുന്നേ? അതെ. ശരി ശരി. അതോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണോ എന്തോന്ന്? അല്ലല്ലോ, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഡെഫ് അയ്യാ ഞാനങ്ങ് ചെയ്യുവാ. എന്തുവാ മാം ഇനി ചെയ്യണ്ടേ? അയ്യോ. അത് തന്നെ. അണ്ടർസ്കോർ അതെന്തായിരുന്നു? അഡ്മിൻ ഹോം എന്ന് കൊടുക്കാം അല്ലേ? പിന്നെ ആദ്യത്തെ വിളിക്കണ്ടേ? ബ്രൗസർ ഇൻസ്റ്റൻസ് വേണോ? വേണമല്ലോ അല്ലേ? എന്നാലല്ലേ ക്രോം വിളിക്കത്തുള്ളൂ. ബ്രൗസർ ഇൻസ്റ്റൻസ്. ദൈവമേ, മാം എന്നെ കൊല്ലുമോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. ഓക്കെ, ഇനിയും മാം ഇതുവരെ ഓക്കെ ആണോ? ഇമ്പോർട്ട് ചെയ്യണമല്ലോ അല്ലേ? ഇതെന്തൊക്കെയോ തെറ്റുണ്ട് കേട്ടോ. എഴുതാനോ അങ്ങ്? മാം എവിടെയോ പോയേക്കാന്ന് തോന്നുന്നു. Let's see. Self dot driver equal to browser instance self driver dot get ഇതെന്താ 8080? ഓക്കെ, ടാബ് കൊടുത്തിട്ട് 8080ക്ക് പകരം നമ്മുടെ ഇതെന്തായിരുന്നു? ഓക്കെ, മറ്റത് ചെയ്തില്ലേലും കുഴപ്പമില്ലല്ലോ. കിടക്കട്ടെ. മാക്സിമൈസ് കിടന്നോട്ടെ. എന്നിട്ടില്ലായിരുന്നോ നമ്മള് മറ്റേത് കൊടുത്താൽ മതി? ഏതാണ്? ഈ ക്രെഡൻഷ്യൽ കൊടുത്താൽ മതി. ക്രെഡൻഷ്യൽ കൊടുത്താൽ മതിയോ? മാം വന്നോ? മാം ഇതിനകത്ത് ഞാൻ കറക്റ്റ് ഇത് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ചെയ്തോ. ഓക്കെ. ഞാൻ മാമിനോടൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മളെ ക്ലാസ്സിൽ നമുക്ക് ടെസ്റ്റ് അണ്ടർസ്കോർ കൊടുക്കണമെന്ന് അങ്ങനെ ഒരു സ്റ്റാമ്പ് ഇല്ല. ഞാൻ സിന്റാക്സ് ആണ് ഈ ചോദിക്കണേ. അണ്ടർസ്കോർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ? അതോ ടെസ്റ്റ് അണ്ടർസ്കോർ അഡ്മിൻ അണ്ടർസ്കോർ ഹോം? ശിഖ, അതാണ് ഞാൻ പറഞ്ഞത്. ഡെഫിനിഷനകത്ത് ടെസ്റ്റ് അണ്ടർസ്കോർ കൊടുക്കണുണ്ടോ? ഫംഗ്ഷൻ നെയിമിൽ ടെസ്റ്റ് അണ്ടർസ്കോർ ശരിയാ, ടെസ്റ്റ്. അതാ ഞാൻ തന്നോട് പറഞ്ഞത്, എനിക്ക് അത് കൺഫ്യൂഷൻ ആണ്. ടെസ്റ്റ് അണ്ടർസ്കോർ ക്ലാസ് നമ്മൾ എന്ത് കൊടുത്താലും കുഴപ്പമില്ല. അണ്ടർസ്കോർ അഡ്മിൻ ഹോം അല്ല, ഹോം എന്ന് കൊടുത്താൽ മതിയല്ലോ. ഹോം മതി.
അഡ്മിൻ വേറെ നമുക്ക് പേജ് ഉണ്ട്, ഹോം എന്ന് കൊടുത്തോ. ഓക്കെ. ക്ലാസ് നമുക്ക് എന്തും വേണമെങ്കിൽ കൊടുക്കാം അതിനെ അല്ലേ മാം? ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗൗട്ട് എന്ന് കൊടുത്തോ, ഫംഗ്ഷന്റെ പേര്. എന്താ നമ്മളിവിടെ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി എന്താ? ലോഗ് ഔട്ട് ചെയ്യുക. അപ്പൊ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗൗട്ട്. അപ്പൊ അതിന് ഞാൻ അടുത്ത ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടത്? അല്ല, ടെസ്റ്റ് അണ്ടർസ്കോർ ഹോം എന്ന് പറഞ്ഞ് എഴുതിയെന്നില്ലേ, അതിനെ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗൗട്ട് എന്ന് എഴുതിയാൽ മതി. ഓ, ഇതിന് ഫംഗ്ഷന്റെ പേര് മാറ്റാനാ പറഞ്ഞത്. ഓക്കെ, ലോഗ് ഔട്ട്. ഓക്കെ, അത് മേക്ക് സെൻസ്. ഇനി ഇനിയും ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനി അവിടെ ചെന്നിട്ട് ലൊക്കേറ്റ് ചെയ്യണം അല്ലേ? അതിനെ ലൊക്കേറ്റ് ചെയ്തോ. ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതാണ് ID ഇല്ല, ക്ലാസ് നെയിം എടുക്കാമെന്നോ? ക്ലാസ് നെയിം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡാറ്റ ടോഗിൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം. ഓക്കെ, എഴുതിക്കോ. ഞാന് ക്ലാസ് നെയിം എടുക്കാൻ പോവാം. C അജിത്ര, സുബിത്തി അപ്പൊ ചെയ്യുന്നുണ്ടോ? ഡയാന ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തുവായിരുന്നു? ക്ലാസ് ആയിരുന്നല്ലേ മാം? ഇതിനകത്ത് നമ്മുടെ ടാഗ് നെയിം A ആണോ? A ആണ് ടാഗ് നെയിം വരുന്നത്. അതെ, ഓക്കെ. ആങ്കർ ടാഗ് ആണ്. അങ്ങനൊക്കെ വരുമോ ടാഗ് നെയിം? യെസ്, A ഉണ്ടാവും, I ഉണ്ടാവും. ഓക്കെ. എന്റെ അമ്മേ, 1 or 2. അപ്പൊ വേറെ എടുത്തോ, ക്ലാസ് മതി. ഡാറ്റ ടോഗിൾ ഇത് എടുത്തോ. കൊടുക്കട്ടെ, ഡേറ്റ. യെസ്, ഡാറ്റ ടോഗിൾ കൊടുത്തു. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. അത് സാരില്ല, അങ്ങനെയാണ് പഠിക്കുക. മാമിനോട് ഒരു സംശയം ചോദിച്ചോട്ടെ ഞാൻ. ഇവിടെ നമ്മൾ ഈ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൺട്രോൾ F കൊടുത്തിട്ടാണല്ലോ നമ്മൾ എക്സ്പാത്ത് എഴുതണേ. അങ്ങനെ എക്സ്പാത്ത് എഴുതുമ്പോഴാണല്ലോ ഇത് മേക്കൂ എന്ന് പറഞ്ഞിട്ട് മാറി പോണേ. അപ്പൊ അതിന് പകരം നമ്മൾ ആ ലൊക്കേറ്റ് ചെയ്ത സാധനം വെച്ചേച്ച് അത് കോപ്പി ചെയ്തിട്ട് ഫുൾ എക്സ്പാത്ത് കോപ്പി ചെയ്യോ, അല്ലെങ്കിൽ കോപ്പി ചെയ്ത എലമെന്റോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ചേച്ച് നമുക്ക് എക്സ്പാത്ത് വെച്ച് എഴുതാൻ പാടില്ലേ? വേറെ സെപ്പറേറ്റ് നോട്ട് പാഡിലോ അങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ? അങ്ങനെ തെറ്റില്ല. അതാ നമുക്ക് വെരിഫൈ ചെയ്യാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണ്ടേ. എടാ, ഇതാണ് ബെറ്റർ. ഇവിടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ 1 of 1 എന്ന് നിനക്ക് കിട്ടിയ ആൻസർ കിട്ടുന്നില്ലേ? പക്ഷെ ഈ സാധനം മാറി പോവല്ലേ, അതാണ്. അതുകൊണ്ടാണ് അതിന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, നോ ഇഷ്യൂസ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് 1 of 1 കിട്ടണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഓൾറൈറ്റ്. അപ്പം ഇനിയിപ്പം ഡാറ്റ വിഡ്ജറ്റ് ഈക്വൽസ് പുഷ് മെനു അല്ല. ഡാറ്റ വിഡ്ജറ്റ് ഈക്വൽസ് പുഷ് മെനു അല്ല. രണ്ടാമത്തെ അഡ്മിൻ ഇൻസ്പെക്ട് ചെയ്തത് മാറിപ്പോയി. ഒരു വട്ടം കൂടെ ഇൻസ്പെക്ട് ചെയ്തേ, എന്നിട്ട് എഴുതി നോക്കിക്കേ. ഇതല്ലേ? അല്ല അല്ല അല്ല, അത് നീ ആദ്യം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു അഡ്മിൻ ക്ലിക്ക് ചെയ്തില്ലായിരുന്നോ? അതിന്റെയാണത്. ഡാറ്റ ടോഗിൾ ഈക്വൽസ് ഡ്രോപ്പ് ഡൗൺ, അതെടുക്കുക. ഓൾറൈറ്റ്, ഓക്കെ. ഓക്കെ, command C F. okay, A. oh my god, ഇതിന് ശ്രദ്ധ വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഫോക്കസ് ചെയ്ത് എഴുതണം. ഓക്കെ, എഴുതിക്കോളൂ. ചെയ്ത് വായിച്ചാം എടുത്ത്. ഓക്കെ, ഇനിയും നമ്മള് ഇവിടെ എക്സ്പാത്ത് എഴുതണം അല്ലേ? ഇതായിരുന്നു എന്റെ ലോഗ് ഔട്ട് ബോക്സ് അണ്ടർസ്കോർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ കൊടുക്കട്ടെ. കൊടുത്തോളൂ.
ബോക്സ് ഈക്വൽ ടു നമ്മൾ അതിനകത്തോട്ട് കൊടുക്കണം സെൽഫ് ഡോട്ട് ഡ്രൈവർ സെൽഫ് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് വന്നില്ലേ? വന്നല്ലോ. ഓക്കെ, ഇതിനകത്തുനിന്ന് ഈ കുഞ്ഞിനെ എടുത്തങ്ങ് കളഞ്ഞാൽ ഓക്കെ. ഇനിയും ക്ലിക്ക് വിളിക്കണ്ടേ മാം? ഇനി ഡോട്ട് ക്ലിക്ക്. യെസ്, ക്ലിക്ക്. ഓക്കെ, അടുത്ത്. ഇപ്പൊ ആയല്ലോ. ഇനി ആ ഡോട്ട് ക്ലിക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മള് അതിലടുത്ത ലോഗോട്ട് ക്ലിക്ക് ചെയ്യണ്ടേ? ആദ്യം ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യും. അല്ലേ ഉള്ളൂ. ഐ മീൻ ഇവിടെ വന്നു, ക്ലിക്ക് ചെയ്തു. ആ ലോഗൗട്ട് എവിടെ? നീ ഇപ്പൊ ഇത് ഏതാണ്? റൈറ്റ് സൈഡിലുള്ള അഡ്മിൻ ഐക്കണിലുള്ള ക്ലിക്ക് അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ ഒരു ലോഗൗട്ട് കഴിഞ്ഞിട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നില്ലേ അടുത്തതായിട്ട്? ഓക്കെ ഓക്കെ. ശരി. അപ്പൊ ഇനി ലോഗൌട്ടിന്റെ ഇതെടുക്കണം, ഇൻസ്പെക്ട് ചെയ്യണം. ഓൾറൈറ്റ്. അതില് ലിങ്ക് ആണല്ലോ മാം. ലിങ്ക് ആണ്. വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പാൻഡ് ചെയ്തിടോന്ന്. എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യണം? 3 ഡോട്ട് ഐ വെച്ച് എഴുതിക്കോ. ഇത് അതെങ്ങനെ മാം? ഐ വെച്ച് എഴുതുന്നതാണ് ബെറ്റർ എന്ന് മാമിന് തോന്നിയത്? എങ്ങനെ? ഞാൻ കുറേയായിട്ട് ഇത് ചെയ്യിപ്പിക്കുന്നതല്ലേ, അതിനോണ്ട് മനസ്സിലായി. ഇങ്ങനെ പറയരുത്. വേറെ ടിപ്പ് പറഞ്ഞു തരണോ? ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ ആ തിങ്കിങ് പ്രോസസ് എനിക്കൊന്ന് കിട്ടാനായിരുന്നു. തിങ്കിങ് പ്രോസസ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതില്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ എന്ന സാധനം ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന സൈഡിലുള്ള ഐക്കണാ. ഒരു ഐക്കണില്ലേ ലോഗോന്റെ തൊട്ടിപ്പറ? ആ ഐക്കണാണ് കിട്ടുന്നത്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും, കുറച്ചുകൂടെ ചാൻസ് കൂടുതല. ഓക്കെ ഓക്കെ, അതാ ചെയ്തി. ഇത് കൊറേ ഞാൻ ചെയ്യിക്കുന്നതല്ലേ, അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അത്. ഓൾറൈറ്റ്. അപ്പൊ ഇതെന്താ മാം? 1 0 ആണല്ലോ ഒന്ന്. ഡബിൾ കോട്ട്സ് മാറ്റിയിട്ടുണ്ടോ? മാറ്റി. ക്ലാസ് ഈക്വൽ ടു എന്തെങ്കിലും ആണോ 1 ആണോ കൊടുത്തിരിക്കുന്നത്? സോറി. ഐ. ഓക്കെ, കിട്ടി. ഡയന, സുബിറ്റി, അജിത്ര എത്തിയായിരുന്നോ? ലോഗൗട്ട് ഐക്കൺ പറഞ്ഞു കൊടുത്തോ. അത് ലോഗൗട്ട് ഐക്കൺ ഈക്വൽസ് പറഞ്ഞു കൊടുത്തോ. ഐക്കണോ? ഐക്കൺ ഈക്വൽസ് അതിനകത്ത് ഇത് മാത്രം ഞാൻ മാറ്റിയാൽ മതിയല്ലോ. ഓക്കെ, ഡോട്ട് ക്ലിക്ക്. ഇനി ക്ലിക്ക്. ഓക്കെ, എത്തി മാം, എല്ലാം എത്തി. ഇതുവരെ എത്തിയില്ലേ? എല്ലാവരും എത്തിയോ? ടെസ്റ്റ് തന്നെ തുടങ്ങും. പിന്നെ ശ്രദ്ധിക്കണ്ടേ? ഓക്കെ, ഇനി
എല്ലാവരും ടെസ്റ്റ് ലോഗിനിലേക്ക് തിരിച്ചു വന്നേ. ടെസ്റ്റ് ലോഗിനിലേക്ക് തിരിച്ചു വരിക. ഓക്കെ. ടെസ്റ്റ് ലോഗിൻ്റെ അകത്ത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഡയറക്ട്ലി ഡബിൾ കോട്ട്സിൽ വാല്യൂ പാസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഡാറ്റ ഡ്രിവൺ ആയിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യണം. ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സൽ ഫയൽ ത്രൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ഒരു എക്സൽ ഫയൽ അയച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടില്ലായിരുന്നു എല്ലാവർക്കും? എന്താടാ? അതെന്താ നീ പറഞ്ഞായിരുന്നോ? എനിക്ക് തോന്നുന്നു അജിത്ര എന്തോ ചോദിച്ചു എന്ന് തോന്നുന്നു. അജിത്ര നീ ചോദിച്ചായിരുന്നോ? അജിത്ര എന്താ പറഞ്ഞ? എന്തേലും പറഞ്ഞായിരുന്നോ? ഓക്കെ, എങ്കിൽ ഞാനിപ്പോ എന്താ പറഞ്ഞ എന്നോടൊന്ന് റിപ്പീറ്റ് ചെയ്തേടാ. ഞാനിപ്പോ എന്താ പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്തേ. ആക്ച്വലി ഞാൻ കേട്ടില്ല അല്ലേ? ശ്രദ്ധിച്ചിരിക്കാട്ടോ സെഷനില്. ഹലോ, കേൾക്കുന്നില്ലേ? സെഷനിൽ ശ്രദ്ധിച്ചിരിക്കുക. കേൾക്കുന്നില്ലെങ്കിൽ അപ്പപ്പോ പറയാ. കാരണം പ്രൊജക്റ്റ് ആണ് ഇത്, പിന്നെ റെക്കോർഡിങ്സ് കേട്ടാലും ഫുള്ളി ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ സെഷൻ കേൾക്കുക, ഡൗട്ട്സ് മാക്സിമം അപ്പപ്പോ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നോട്ട് റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മൾക്ക് ഒരു എക്സൽ ഫയൽ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റയെ റീഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു എക്സൽ ഫയൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ മെയിലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയാം. റിൻറ്റു മാം എനിക്ക് മാം ഡൗൺലോഡ് ചെയ്ത് തരുമല്ലേ ചെയ്തേ? ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി ഉണ്ടല്ലോ കയ്യില്. ഡയാന, അജിത്ര, സുബിത്തി ഉണ്ടോ കയ്യില്? മാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ ലാപ്പേ മിക്കവാറും എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അത് പോവാൻ ചാൻസ് ഉണ്ട്. മെയിലുണ്ടാവോടാ? മെയിലില് എന്റെ യാഹൂ മെയിലുണ്ടാവും അല്ലേ? ആ, മെയിലുണ്ടാവും. എങ്ങാനും ലോസ്റ്റ് ആവാണെ പറഞ്ഞാൽ മതി, ഒന്നുകൂടെ അയച്ചു തരാം ഞാൻ. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു തന്നു. എല്ലാവർക്കും ഒരുമിച്ചാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്ടിലിറ്റീസിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എക്സൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പാക്കേജ് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം? അങ്ങനെ പറ. ഓക്കെ, ആ പാക്കേജിന്റെ അകത്ത് എക്സൽ യൂട്ടിലിറ്റി ഫയലാണ്. ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എക്സൽ യൂട്ടിലിറ്റി. മതിയോ? യെസ്, മതി. ഞാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സെയിം നെയിം തന്നെ വേണോ മാം? അതോ സെയിം നെയിം തന്നെ കൊടുത്തോ? ഓക്കെ, എല്ലാവരും ഒപ്പം ചെയ്യുന്നുണ്ടല്ലോ. അജിത്ര, സുബിറ്റി, ഡയാന ചെയ്തു. ഓക്കെ, അജിത്ര ചെയ്തായിരുന്നോ? ഡയാന ചെയ്തായിരുന്നോ? എങ്കിൽ ഈ കോഡ് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്തേ.
ആ ഓപ്പൺ പൈ എക്സൽ നിന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഓപ്പൺ പൈക്സൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തോ. ഒരു സെക്കൻഡ്. ഇൻസ്റ്റാൾ Install ആൻഡ് ചെയ്യാൻ. ഇമ്പോർട്ട്. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട്. ഓക്കെ. ഇൻസ്റ്റാൾ ആയിക്കോട്ടെ കേട്ടോ. യെസ്, ആയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇൻസ്റ്റാൾ ആയില്ലേ? ആയി. ഇത് നമ്മൾ മുന്നേ പഠിച്ച അതേ സെയിം എക്സൽ യൂട്ടിലിറ്റി ആണ്, ഒരു ഡിഫറൻസും ഇല്ല. നമ്മള് പൈത്തണിലെ ലാസ്റ്റ് പഠിച്ചൊരു എക്സൽ യൂട്ടിലിറ്റി ഇല്ലേ, എക്സൽ റീഡ് എന്നുകൊണ്ട് പഠിച്ച് ഓർക്കുന്നുണ്ടോ? അതേ സെയിം സാധനം തന്നെയാണ് ഈ എക്സൽ യൂട്ടിലിറ്റി നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, അതായത് എക്സലിന് നമ്മൾ ഇത് ചെയ്തു. ഓക്കെ. പക്ഷെ ഇവിടെ ഫയൽ പാത്ത് കൊടുക്കണ്ടേ? അപ്പൊ ഫയൽ പാത്ത് കൊടുക്കണം. ഫയൽ പാത്ത് കൊടുക്കേണ്ടത് പറഞ്ഞുതരാം. ഫയൽ പാത്ത് നമ്മൾ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ. ഇപ്പൊ ടെസ്റ്റ് ലോഗിനിലേക്ക് വരിക. ടെസ്റ്റ് ലോഗിനിലേക്ക് വരിക. വന്നു. ഇവിടെ മാക്സിമൈസ് വിൻഡോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇരിക്കേ. മാക്സിമൈസ് വിൻഡോ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അവിടെ ഇരിക്കോളൂ. എക്സൽ യൂട്ടിലിറ്റി ഈക്വൽസ് എക്സൽ യൂട്ടിലിറ്റി ഓഫ് എക്സൽ യൂട്ടിലിറ്റി ഇത്തവണ കൊടുക്കേണ്ടത് ക്ലാസിന്റെ പേര്. ക്ലാസിന്റെ പേര് എക്സൽ യൂട്ടിലിറ്റി. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് എക്സൽ യൂട്ടിലിറ്റി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് എക്സൽ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്. യൂട്ടിലിറ്റി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ നമ്മള് എന്ത് ചെയ്യാൻ പോകും? എക്സൽ യൂട്ടിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ലാസിന്റെ പേരല്ലേ ഇവിടെ ക്ലാസിന്റെ പേരാണ് കൊടുക്കേണ്ടത്. നമ്മൾ ക്ലാസ്സിന് എക്സൽ യൂട്ടിലിറ്റി എന്നല്ലേ പേര് കൊടുത്തത്. എക്സൽ യൂട്ടിലിറ്റി സജഷൻ വന്നു. ബ്രാക്കറ്റ്സില് നിങ്ങളുടെ ഫയലിന്റെ പാത്ത് പാസ് ചെയ്യാം. നിങ്ങൾ എവിടെയാണോ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അതിന്റെ പാത്തിനെ പാസ് ചെയ്യാം. ഇവിടെ ഈ ബ്രാക്കറ്റിലോ? ബ്രാക്കറ്റില് ഡബിൾ കോട്ട്സിലിട്ട് കൊടുക്കാം. ഇതിപ്പം ഇമ്പോർട്ട് ചെയ്യണോ മാം? ഇമ്പോർട്ട് ചെയ്തോ. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ ഫയലിന്റെ ഈ പേരെടുക്കുന്നതാണ് അതിനേറെ പ്രശ്നം. മുന്നത്തെ പൈച്ചാണിന്റെ ഫയലിൽ ചെക്ക് ചെയ്തോടാ. ശരിയാ. അതെന്തിനകത്തായിരുന്നു മാം? ബേസിക്സിനകത്തായിരുന്നോ? എക്സലിന്റെ അകത്തായിരുന്നു തോന്നുന്നല്ലേ? എക്സൽ ഫയൽ ഓപ്പറേഷൻസോ അതൊന്നായിരുന്നു. ഫയൽ ഓപ്പറേഷൻസ് അല്ല, അതന്നെ. ഇത് തന്നെ. എല്ലാവരും ഇവിടം വരെ എത്തിയാലും ഒന്ന് പറയാട്ടോ. ഡബിൾ കോട്ട്സിലിട്ട് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കടാ. യൂസർ നെയിം ഈക്വൽസ് എക്സൽ യൂട്ടിലിറ്റി ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ ആണോ? ടൈപ്പ് ചെയ്യൂ. ടാബ് അടിക്കാനോ? ടാബ് അടിക്കണ്ട. എക്സൽ യൂട്ടിലിറ്റി ഡോട്ട് എക്സൽ യൂട്ടിലിറ്റി ഡോട്ട് get string data get underscore ആണോ മാം? ഇതിനകത്ത് അങ്ങനെ അണ്ടർസ്കോർ സ്ട്രിംഗ് ഡാറ്റ ആണോ എക്സൽ യൂട്ടിലിറ്റിയിൽ പാസ് ചെയ്യുന്നത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ സെയിം കൊടുക്കൂ. അതെ. അണ്ടർസ്കോർ സ്ട്രിംഗ് അണ്ടർസ്കോർ ഡാറ്റ.
ഇവിടെ നിങ്ങൾക്ക് എത്ര പാരാമീറ്റേഴ്സിന് എക്സ്പെക്ട് ചെയ്യുന്നത്? റോ, കോളം, ഷീറ്റ് നെയിം അല്ലേ? ആ അപ്പോൾ ഞാൻ എക്സൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് വെച്ചാൽ 1 1 എന്നായിരിക്കും പാസ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് അത് റോ ശരി. സെക്കൻഡ് കോളം ആണെങ്കിൽ 1 2 എന്നായിരിക്കും പാസ് ചെയ്യേണ്ടത്. ആ എക്സൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ. ഇതില് ഫസ്റ്റ് അഡ്മിൻ അതില് മാറ്റിക്കേടല്ല. ലോഗിൻ പേജും ആ ഷീറ്റ് നെയിം ലോഗിൻ പേജ്. ആ അവിടെ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ ഏതിലാ കിടക്കുന്നത്? 2 ആ 3 3 ആണോ? നോക്കിയേ, സെക്കൻഡ് റോ കറക്റ്റ് ആണ്. എത്രാമത്തെ ആ. കോളാണത്? 2 ഓ പാസ്വേഡ് ഓക്കെ 2 അയ്യോ 2 2 ആണോ? നോക്കിയേ എടാ, എ എന്ന് പറഞ്ഞ കോളം എത്രാമത്തെ കോളമാ? രണ്ടാമത്തെ അല്ല വെയിറ്റ് ഇത് 2 അല്ലേ? റോയ്ക്ക് 2 ഈ റോക്ക് 2 admin. ഓക്കെ കറക്റ്റ്. കോളത്തിനോ? കോളത്തിന് 1. അപ്പൊ 2,1 അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്തോ എടുക്കുന്നത്? യൂസർ നെയിമിന്റെ എടുക്കുന്നത് അല്ലേ? ആദ്യം യൂസർ നെയിം ഈക്വൽസ് അല്ലേ നമ്മൾ അസൈൻ ചെയ്യുന്നേ? ആ ഓക്കെ 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 മനസ്സിലായി. അപ്പം 2 1 ലോഗിൻ പേജ് 2, 1, ലോഗിൻ ലോഗിൻ പേജ്. പേജ് കറക്റ്റ്. ഓക്കെ. അങ്ങനെ കൊടുത്തേ പൈ ചാനല്. എവിടെയായിരുന്നു? ഓക്കെ. സെൽഫ് കഴിഞ്ഞിട്ടെങ്ങാണ്ടല്ലായിരുന്നു? അങ്ങനല്ലായിരുന്നു? സെൽഫ് ഒന്നും വേണ്ട, ഡയറക്ട്ലി കൊടുക്കുക. സെൽഫ് പാസ് ചെയ്യരുത്, സെൽഫ് ഡ്രൈവർ ഒന്നും പാസ് ചെയ്യണ്ട. ഓക്കെ. അല്ല ഇവിടെ ഇത് വന്നുകൊണ്ട് ഇപ്പൊ ചോദിച്ചത് 2, 1, ലോഗിൻ പേജ് ഡബിൾ കോഡ്സ്. അതായത് സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളം അല്ലേ മാം? അതെ, സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളം. ലോഗിൻ പേജിന്റെ തുടക്കത്തിൽ കേളി ബ്രാക്കറ്റ്സ് ഡബിൾ കോഡ്സ് ഇട്ടേ. അവിടെയല്ല, ലോഗിൻ പേജ് ഷീറ്റ് നെയിമിന്റെ അവിടെ. ഓ ഇതോ? അത് കാരണം ഈ ക്യാരക്ടർ ആയതുകൊണ്ടാണോ? അത് ക്യാരക്ടർ ആയതുകൊണ്ട്. യെസ്. ഓക്കെ. ഓൾറൈറ്റ്. ഇപ്പൊ ശരിയായില്ലേ? ശരി. ഇതുപോലെ പാസ്വേഡിനെ ഗെറ്റ് ചെയ്തേ. ഓക്കെ. പാസ്വേഡ് മാം പറയല്ലേ? ഞാൻ പറയില്ല, തന്നെ എഴുതും. ഈക്വൽ ടു എക്സൽ ശിഖ ചെയ്യാ. അതിന്റെ ഉള്ളിൽ അജിത്ര സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തേ. ഏതുവരെ എത്തി നോക്കട്ടെ. get underscore string underscore data അജിത്ര move. അപ്പൊ അതെന്തുവായിരുന്നു അതിനകത്ത്? ഓക്കെ. അയ്യോ ഹലോ മാം. സ്ക്രീൻ ഷെയർ ചെയ്ത് ഏതുവരെ ആയി നോക്കട്ടെ. മാം ഞാൻ മൊബൈലില്ല, ലാപ്പ് ഇതിൽ ലെഫ്റ്റ് ചെയ്തിട്ട് കയറിയാൽ മതിയോ? കാരണം എന്റെ ലാപ്പിൽ എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇൻഫോം ചെയ്യണം കേട്ടോ. എടുത്തിട്ടിരുന്നാ മതിയോ? ഫോട്ടോ എടുത്തിട്ടിരുന്നാ മതിയോ? ഓ മതി മതി മതി, ഫോട്ടോ എടുത്തിട്ടിരുന്നാ മതി. സുബിറ്റി, ഡയാന, നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാ? ചെയ്തെത്തിയായിരുന്നോ? ചെയ്യുന്നുണ്ട് മാം. പാസ്വേഡ് ഓക്കെ. ഇനി അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യണം? മെസ്സേജ് ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് ഓഫ് ഡബിൾ കോഡ്സിലെ അഡ്മിൻ മാറ്റിയിട്ട് അവിടെ എന്ത് പാസ് ചെയ്യണം? എന്തോ മാം ഒന്നും കൂടെ പറഞ്ഞ എന്തുവാ മാം ലൈൻ ചോദിച്ചത്? നമ്പർ 21 മെസ്സേജ് ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ എന്ന് പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്തു. ഈ അഡ്മിന് പകരം കൊടുക്കണം, യൂസർ നെയിം കൊടുക്കണം. അതെ, ഡബിൾ കോഡ്സ് മാറ്റുക കേട്ടോ. ഓ ഇത് വേണ്ടല്ലേ?
ഇതേപോലെ നമ്മുടെ ബാക്കി 3 ടെസ്റ്റ് കേസിലും എഴുതണം. അവിടെ എന്താ ചേഞ്ച് വരിക? റിട്രീവ് ചെയ്യുന്ന ഡാറ്റ ചേഞ്ച് ചെയ്തു. മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ആരും മ്യൂട്ട് ചെയ്യാത്താണോ ഇനി മാമിന്റെ അവിടെ നിന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര കേൾക്കുന്നില്ല മാം പറയുന്നത് എനിക്ക്. ബാക്കി ഡയാൻ ഒന്ന് മ്യൂട്ട് ചെയ്തടാ. ഓക്കെ ആണോ? ഓക്കെ 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 ഓക്കെ. ഓൾറൈറ്റ്. എന്തായിരുന്നു മാം പറഞ്ഞത്? യൂസർ നെയിമും പാസ്വേഡും നമ്മൾ സെൻഡ് ചെയ്തു അല്ലേ? ഇതേപോലെ ബാക്കി നമ്മളുടെ 3 ക്ലാസ്സസിലും 3 ഫംഗ്ഷൻസിലും എഴുതണം. ഏതൊക്കെയാണ്? ഇൻവാലിഡ് യൂസർ നെയിം. എനിക്ക് മനസ്സിലായി. ഇവിടെ തന്നെ എഴുതിയാൽ മതിയല്ലോ. ഇതേ സെയിം കോഡ് മതി. ഡിഫറൻസ് എന്താ വരിക? നമ്പർ ഓഫ് റോ ആൻഡ് കോളം പാസ്ഡ് മാറും. പാസ് ചെയ്യും. പാസ് ചെയ്തിട്ട് ഇവിടുത്തെ യൂസർ നെയിമും പാസ്വേഡ് അതിനനുസരിച്ച് മാറ്റണം. ഓക്കെ. ഓക്കെ. മാം നിരഞ്ജന മാം, ഇപ്പൊ ഈ ടെസ്റ്റ് കേസ് നമ്പർ 2 ഇപ്പൊ യൂസർ നെയിം യൂസർ 1 എന്നല്ലേ കിടക്കണേ? യൂസർ 1 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ യൂസർ നെയിം ആക്കണോ? വേണ്ട. യൂസർ നെയിം എന്നാക്കണം. യൂസർ നെയിം എന്നാക്കുന്നത് എപ്പോഴാ? ആദ്യം നമ്മള് എക്സൽ യൂട്ടിലിറ്റി ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ ഓഫ് കോള വിളിച്ചില്ലേ? ഇത്തവണ അതിന് പകരം നമ്മള് റിട്രീവ് ചെയ്യേണ്ട കോളം ആൻഡ് റോ മാറും. അപ്പൊ ഞാൻ വേരിയബിൾ മാറ്റിയല്ലേ? വേരിയബിൾ മാറ്റി കൊടുക്കണോ? വേരിയബിൾ സെയിം തന്നെ കൊടുത്തോ, പ്രശ്നമൊന്നുമില്ല. ലോക്കൽ അല്ലേ? വേരിയബിൾ നെയിം സെയിം തന്നെ കൊടുക്കാം. യൂസർ നെയിം പാസ്വേഡ് നെയിം വേരിയബിൾ നെയിംസ് തന്നെ എടുക്കാം. അത് പ്രശ്നമൊന്നുമില്ല. ഇല്ല, പക്ഷെ റോയും കോളവും മാത്രമല്ലേ മാറത്തുള്ളൂ? അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നേ, അവിടെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഷിക ഇപ്പൊ അഡ്മിൻ മാറ്റി യൂസർ നെയിം കൊടുത്തില്ലേ? അതുപോലെ ടെസ്റ്റ് കേസ് നമ്പർ 2 നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണ്ടേ? വേണം. അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ മാം. കൺഫ്യൂഷൻ ആയാ? ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് മാറ്റണമെന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? മാം എനിക്ക് റെക്കോർഡിങ്സ് ഒന്ന് അയച്ചു മാം. അയച്ചുതരാം. ഓക്കെ. അപ്പൊ നാളേക്ക് മാൻഡേറ്ററി ആയിട്ട് ചെയ്തു വരേണ്ട കാര്യമാണ് ഇത്, എക്സൽ യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്യുന്നത്. ഈ 4 ടെസ്റ്റ് കേസിലും അതൊന്ന്. ഇനി നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു പണിയും കൂടി ഉണ്ട്. അപ്ലിക്കേഷനിലേക്ക് വെബ് അപ്ലിക്കേഷനിലേക്ക് പോവുക. ഞാൻ ഇപ്പൊ പോവാനോ? ഓക്കെ. യെസ്. ഇതില് മാനേജ് ന്യൂസ് സെലക്ട് ചെയ്യാം. ന്യൂസ് ടൈല്, ഒരു ബ്ലൂ കളർ ടൈല് കണ്ടോ? ഇഷ്ടംമാതിരി ബ്ലൂ ഉണ്ട് മാം. ലൈറ്റ് ബ്ലൂ കളറിലൊക്കെ മാനേജ് ന്യൂസ് ഉള്ളൂ. മാനേജ് കോണ്ടാക്ടിന്റെ താഴെ കണ്ടു. അതിന്റെ താഴത്തെ മോർ ഇൻഫോ ആ ടൈലിന്റെ അടുത്ത് ക്ലിക്ക് ചെയ്തേ. അതിലെവിടെ ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ആവും. ഓക്കെ. ഇവിടെ ഹോം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഹോം ഇതല്ലേ? അതെ. ഇതാണ് നിങ്ങൾക്കുള്ള അടുത്ത ടെസ്റ്റ് കേസ്. നാളേക്ക് എഴുതി വരാനുള്ള ടെസ്റ്റ് കേസ് ആണ്. ഓക്കെ. അയ്യോ വെയിറ്റ് മാം, ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യാം. ന്യൂസ് പേജിന്റെ ടൈല് ക്ലിക്ക് ചെയ്യാം. ഹോം ക്ലിക്ക് ചെയ്യാം. അപ്പൊ ബാക്കിലോട്ട് പോയി. അത്രേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു ടെസ്റ്റ് കേസ്. അയ്യോ, അടുത്ത ടെസ്റ്റ് കേസ് 2 ടെസ്റ്റ് കേസ് എഴുതണം. മാം ഒരു ടെസ്റ്റ് കേസ് മതി മാം. അതെ, ഇത് ഞാൻ തിങ്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നാളെ ആവും. രാവിലെ ആവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഒറ്റ ദിവസത്തേക്ക് എക്സ്ക്യൂസ് ചെയ്യുന്ന ഈ ഒറ്റൊരെണ്ണേ തരുന്നുള്ളൂ. പക്ഷെ തരുന്നത് കൃത്യമായിട്ട് ചെയ്തു വരണം. ഓക്കെ. അത് വരാം. അത് അന്നേരം പറയരുത് ഞാൻ എഴുതിയില്ലായിരുന്നു, കിട്ടിയില്ലായിരുന്നു എന്നോട് പറയരുത്. ഇല്ല. ഓക്കെ. തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ ചെയ്യണം. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണം. ഓക്കെ. ഓക്കെ. ശരി. താങ്ക് യു മാം. താങ്ക് യു.